നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ്. ടൂൺ ആപ്പ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ പല ആളുകളുടെയും പ്രൊഫൈൽ പിക്ചർ കാർട്ടൂൺ അല്ലെങ്കിൽ കാരിക്കേച്ചർ രീതിയിലാണ്. എങ്ങനെയാണ് ഈ ടൂൺ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് നമ്മുടെയൊക്കെ ഫോട്ടോസ് മാറ്റിയെടുക്കുക, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മളെല്ലാവരും പ്ലേ സ്റ്റോർ വഴിയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാറ് അല്ലേ. പ്ലേ സ്റ്റോർ വഴി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസത്തെ ട്രയൽ പാക്കാണ് ലഭിക്കുക. അതിനുശേഷം നമ്മൾ 1799 രൂപ അടച്ചാൽ നമുക്ക് ഈ ആപ്പ് 1 വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ ടൂൺ ആപ്പിൻ്റെ പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യും, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിളിൽ ഡൗൺലോഡ് ടൂൺ ആപ്പ് മോഡ് APK എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ സൈറ്റുകളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. അതിൽ 2ാമത്തെ സൈറ്റ് modroid.com, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു പേജ് കാണാൻ പറ്റും. അതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ആവും. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇമേജിനെ എങ്ങനെയാണ് കാർട്ടൂൺ അല്ലെങ്കിൽ കാരിക്കേച്ചർ രൂപത്തിലേക്ക് മാറ്റുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ടൂൺ ആപ്പ് ഓപ്പൺ ചെയ്യാം. ടൂൺ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഗാലറിയിൽ പോയിട്ടും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്ലോസപ്പ് ആയിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയും നമ്മുടെ ഇമേജിനെ കാർട്ടൂൺ രൂപത്തിലേക്ക് മാറ്റുന്നതായിട്ട്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഫോട്ടോയെ കാർട്ടൂൺ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻസാണ്. ഫോട്ടോയുടെ നേരെ താഴെ കുറേ സർക്കിൾസ് കാണാം. അതിൽ പല കളേഴ്സ് കാണാൻ പറ്റും. നമ്മൾ ഏത് കളറിലാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിന് അനുസരിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ നേരെ താഴെ കാണാം സേവ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ സേവ് ആവും. ഇനി താഴെ നോക്കൂ, പല രീതിയിലുള്ള ഫ്രെയിംസ് കാണാം. നമുക്ക് ഏത് രീതിയിലേക്ക് വെച്ച് നമ്മുടെ ഫോട്ടോയെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു ഫുൾ സൈസ് ഇമേജ് ഞാൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫുൾ സൈസ് ഫോട്ടോയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിലെ ബോഡിയും തലയുമായിട്ട് സൈസ് റേഷ്യോ കറക്റ്റ് അല്ല അല്ലേ. അപ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ കഴുത്തിന് താഴെയുള്ള ഫോട്ടോയിൽ കാണുന്ന ബാക്കിയുള്ള ഭാഗം ഇറേസ് ചെയ്ത് കളയണം. അതിനായിട്ട് നമ്മുടെ സ്ക്രീനിലെ ഏറ്റവും ടോപ്പിൽ ഇറേസ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ കഴിയും. ഇതിൽ നമ്മൾ ഓക്കെ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൈ കൊണ്ട് നമുക്ക് മായ്ച്ച് കളയേണ്ട ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്യുക. കൈ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ റെഡ് കളറിലുള്ള ഒരു ഭാഗം വരും. ആ റെഡ് കളറിലുള്ള ഭാഗം പൂർണ്ണമായിട്ടും മാഞ്ഞു പോകുന്നതായിരിക്കും. അത് കറക്റ്റായിട്ട് നമ്മൾ സമയമെടുത്തുകൊണ്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, നമുക്കത് ഫോട്ടോ വേണമെങ്കിലൊന്ന് സ്ക്രീനിലൊന്ന് സൂമാക്കി എടുക്കാവുന്നതാണ്. സൂമാക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് കഴുത്തിന് താഴെ വരുന്ന ഭാഗം കറക്റ്റായിട്ട് ഇറേസ് ചെയ്ത് കളയാം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ, നമുക്ക് ഫുൾ സൈസ് പിക്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാൻ കഴിയും. ഇനി നമുക്ക് സ്ക്രീനിൽ കൈകൊണ്ട് നമ്മുടെ തലയുടെ വലിപ്പം കറക്റ്റാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈസ് കൂട്ടാനോ കുറയ്ക്കാനൊക്കെ പറ്റും. നമ്മൾ കറക്റ്റാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ആ ബോഡിക്ക് പ്രപ്പോർഷണൽ ആയിട്ടുള്ള വലുപ്പത്തിൽ ക്രമീകരിക്കുക. എന്നിട്ട് നമ്മൾ മുകളിൽ കാണുന്ന അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ കാണാം സേവ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ഫോട്ടോയുടെ നേരെ താഴെ വലതുഭാഗത്തായിട്ട് ഒരു ബട്ടൺ കാണാം. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ശരിക്കുള്ള ഫോട്ടോ ആ ഇമേജിൻ്റെ താഴെ കാണാൻ പറ്റും. അത് ഓഫാക്കിയിട്ടാൽ ആ ഫോട്ടോ കാണില്ല, ഓണാക്കി നമുക്ക് ആ ഫോട്ടോ കാണാൻ പറ്റും. ഓക്കെ,
ഇനി നോക്കൂ, നമ്മുടെ ഫോട്ടോയുടെ നേരെ താഴെ 1, 2, 3 അങ്ങനെ ഏകദേശം 30-ൽ പരം മോഡലുകളുള്ള പിക്ചേഴ്സ് കാണാം. നമുക്ക് ഏത് ഇമേജ് വേണം സെലക്ട് ചെയ്യാം. അതിലേക്ക് നമ്മുടെ തല കറക്റ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഇമേജ് നമുക്ക് കിട്ടും. അങ്ങനെ കറക്റ്റ് തല അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സേവ് ചെയ്താൽ മതി. ഇതുപോലെ പല രീതിയിലുള്ള ഇമേജസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ ടൂൺ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ 3 ദിവസത്തെ ഒരു ട്രയൽ പാക്കാണ് നമുക്ക് ലഭിക്കുക. അതിൽ ഫീച്ചേഴ്സ് വളരെ കുറവായിരിക്കും. മാത്രമല്ല 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്താലാണ് ആ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് 1 വർഷത്തേക്ക് 1799 രൂപയാണ് ചാർജ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പ്രോ വേർഷനാണ്, പക്ഷേ ഫ്രീ ആണ്. നമുക്ക് പൈസയൊന്നും ചിലവില്ലാതെ തന്നെ ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല പ്രോ വേർഷനിൽ ലഭിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ആപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. ടൂൺ ആപ്പിൻ്റെ പ്രോ വേർഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, അതുപയോഗിച്ചിട്ട് ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഈ 2 കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.